അൽമായരുടെ ദൈവശാസ്ത്ര പഠനം എന്നും പിതാവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് എനിക്കറിയാം. അങ്ങനെയാണല്ലോ പിതാവ് മാർത്തോമാ വിദ്യാനികേതൻ രൂപീകരിക്കുന്നതിൽ ഇത്ര താല്പര്യം കാണിച്ചത്. അപ്പം അതിനെക്കുറിച്ച് പിതാവ് ആഗ്രഹിച്ചതൊക്കെ പൂർത്തിയാകുന്നുണ്ടോ? എന്താണ് ഇനിയും പിതാവിന് ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്നൊന്ന് പങ്കുവെക്കാമോ? അൽമായർക്ക് സഭയിൽ പങ്കാളിത്തം വേണം, പങ്കാളിത്തമുണ്ട്, അതുകൊണ്ട് അവകാശമാണ് അത് എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ അൽമായരുടെ ആ സഭയിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് ക്രിയാത്മകമായിരിക്കണം. അവർക്ക് ശരിക്കും പങ്കാളികളാകാൻ സാധിക്കണം. അതിന് അവരെ കേൾപ്പുള്ളവരാക്കണം. അതിനുള്ള അറിവും ബുദ്ധിയുമൊക്കെ അവർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യണം. അതാണ് ഇതുപോലുള്ള അൽമായർക്കുള്ള പരിശീലനം കൊടുക്കുന്നതിൻ്റെ പ്രസക്തി, ഒരു ആവശ്യകത അതുതന്നെയാണ്. ഇപ്പം മാർത്തോമാ വിദ്യാനികേതൻ അങ്ങനെ അൽമായർക്ക് വേണ്ടിയുള്ള ഒരു ഉന്നത പരിശീലന ദൈവശാസ്ത്ര പരിശീലന കേന്ദ്രമായിട്ടാണ് ആരംഭം കുറിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അത് രണ്ടാമത്തെ കേൾസിൻ്റെ ഒരു ആഹ്വാനമായിരുന്നു. വിവിധ രൂപതകളിൽ അങ്ങനെയുള്ള അൽമായർക്ക് ദൈവശാസ്ത്രം മറ്റും പഠിക്കുവാനുള്ള, ദൈവശാസ്ത്രം, ബൈബിള്, ആരാധനക്രമത്തെക്കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ പകർന്നു കൊടുക്കുവാനുള്ള ഉന്നത പഠന കേന്ദ്രങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് രണ്ടാമത്തെ കൗൺസിൽ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അതിനുള്ള ഒരു റെസ്പോൺസ് കൂടിയാണ്, ഒരു പ്രതികരണം കൂടിയാണ് വാസ്തവത്തിൽ ഇവിടെ ആരംഭിച്ച മാർത്തോമാ വിദ്യാനികേതൻ. പിതാവ് ഇപ്പോൾ ആരാധനാക്രമം എന്ന് പറഞ്ഞതുകൊണ്ട് ആരാധനാക്രമ അധിഷ്ഠിതമായ ഒരു പരിശീലന പരിപാടിയായിരുന്നല്ലോ പിതാവിൻ്റെ സ്വപ്നം എപ്പോഴും. എല്ലാവരും അത് മനസ്സിലാക്കുക. ആഘോഷപൂർവമായിട്ട് ഈ ആരാധനാക്രമത്തിൻ്റെ പരികർമ്മമാണ് മറ്റൊരുപാട് ഭക്താനുഷ്ഠാനങ്ങളെക്കാൾ നമ്മളെ ആധ്യാത്മികമായിട്ട് വളർത്തുന്നത് എന്നൊക്കെ പിതാവ് പലപ്പോഴും ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട്, യാമപ്രാർത്ഥനകളുടെ പ്രാധാന്യം, അതിനെക്കുറിച്ചൊക്കെ കൂടി പിതാവിന് സംസാരിക്കാവോ? ഈ പരിശീലനം എന്ന് പറയുന്നത് ആരാധനാക്രമം ഇതിൻ്റെ കേന്ദ്രമായി തീരണമെന്ന് പറഞ്ഞാൽ സഭയൊരു ആരാധനാ സമൂഹമാണ്. സഭ തന്നെ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. അത് അപ്പം സത്യദൈവത്തെ ശരിയായ രീതിയിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് വാസ്തവത്തിൽ സഭ ജന്മം കൊണ്ടത് തന്നെ. അതായത് ഈശോയെ കേന്ദ്രീകരിച്ചുള്ള ഒരു കൂട്ടായ്മയാണ്. അങ്ങനെയാണല്ലോ സഭ രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പം ഈശോ സത്യദൈവം, ആ ഈശോയിൽ വിശ്വസിക്കുക, ആ വിശ്വാസം ജീവിക്കുക, അത് പകർന്നു കൊടുക്കുക. ഇതാണ് സഭയെ സഭയാക്കി തീർക്കുന്നത്. ഈശോയുടെ വിശ്വാസം, ആ വിശ്വാസം അനുഭവിക്കുക, വാസ്തവത്തിൽ നല്ല ബന്ധങ്ങളിലൂടെ അത് അനുഭവിക്കുക. ആ അനുഭവം അത് ജീവിതം, അത് വ്യക്തിപരമായൊരു അനുഭവം മാത്രമായി പോരാ, അതൊരു ജീവിതമാക്കി മാറ്റണം. പുറമെ മറ്റുള്ളവരുടെ ബന്ധങ്ങളിൽ അങ്ങനെ അത് പങ്കുവയ്ക്കപ്പെടുക. ഇങ്ങനെയുള്ള ആരാധനാക്രമത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ഈ ആരാധനാക്രമത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ആ ഒരു ദൈവശാസ്ത്രവും ആധ്യാത്മികതയും എല്ലാം ഈ ആരാധനാക്രമത്തോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ആരാധനാക്രമാധിഷ്ഠിതമായ ഒരു പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ആരാധനാക്രമം എന്നതാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. ആ വിശ്വാസ രഹസ്യങ്ങളാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ രഹസ്യങ്ങൾ എന്നുവെച്ചാൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ. ആ സത്യങ്ങൾ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പരമാവധി ഗ്രഹിക്കാനും വ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്നതാണ് തിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ബൗദ്ധികമായ ഒരു തലമാണ് നമ്മുടെ ദൈവശാസ്ത്രം. അപ്പം ആ തരത്തിൽ നല്ല പ്രബോധനം കൊടുക്കുക. പക്ഷേ ആ പ്രബോധനം എന്തിനു വേണ്ടിയാണ്? ആ പ്രബോധനം കൂടുതൽ ആഴത്തിലും ശരിയായ രീതിയിലും ദൈവത്തെ ആരാധിക്കാൻ സഹായിക്കുന്നു. വെറും ഊരുപ്പുളമായ ഒരു വെറും വൈകാരികമായ ഒരു ഭക്തി പ്രകടനമല്ലാതെ, മറിച്ച് ദൈവം എന്താണോ, ദൈവത്തെ ശരിക്ക് മനസ്സിലാക്കി ആഴത്തിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ മനസ്സിലാക്കി ആ ദൈവത്തെ ആരാധിക്കാൻ, അതിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ഒക്കെ ആരാധന നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവശാസ്ത്രം പഠനം ആഴപ്പെടുന്നതനുസരിച്ച് ആരാധനയുടെ ഡെപ്തും ആരാധനയുടെയും ആഴവും വർദ്ധിക്കും. ഇനി ആരാധനയും വളരുന്നതനുസരിച്ച് ആരാധനയിൽ നമ്മൾ വളരുന്നതനുസരിച്ച് ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടും ആഴപ്പെടും. കാരണം ആരാധനയിൽ നമ്മൾ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുന്നു, അനുഭവം ഉണ്ടാകുന്നു. അത് നമ്മുടെ ദൈവശാസ്ത്രത്തെയും സഹായിക്കും. അങ്ങനെയാണ് സ്പിരിച്വാലിറ്റി രൂപം കൊള്ളുന്നത്. അതുപോലെ ജീവിതമാകുന്നു. അത് പിന്നെ ജീവിതമായിട്ട് മാറുകയായിരുന്നത് ദൈവാനുഭവം പങ്കുവയ്ക്കുമ്പോൾ. അങ്ങനെ ആധ്യാത്മികത ഇതിൻ്റെ എല്ലാം കേന്ദ്രമാണ് ഈ വാസ്തവത്തിൽ. അപ്പോൾ ദൈവാരാധന ഇതിൻ്റെ ഒരു കൺവേർജിങ് പോയിൻ്റാണ്. ദൈവശാസ്ത്രത്തിൻ്റെയും ആധ്യാത്മികതയുടെയും എല്ലാവരും കൺവേർജിങ് പോയിൻ്റാണ്. ആ രീതിയിൽ
ഉള്ള പരിശീലനം കിട്ടിയെങ്കിൽ പിന്നെ അത് സമഗ്രമായി തീരുകയുള്ളൂ. ഒരു വ്യക്തി ഇപ്പം ബൈബിൾ തന്നെ പഠിച്ച് കൊണ്ട് ആ ഒരു വിശ്വാസ പരിശീലനം പൂർണ്ണമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബൈബിൾ അതിൻ്റെ ഒരു വശമാണ്. എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ റിട്ടൺ രൂപമാണ്, ലിഖിത രൂപമാണത് ആ ബൈബിൾ. പക്ഷേ ആ ബൈബിൾ അനുസരിച്ച് ആ ബൈബിളിലെ കണ്ടൻറ്റ് നമ്മൾ ആഘോഷിക്കുന്നതാണ് ആരാധനാക്രമത്തിൽ. അത് കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതനുസരിച്ച് ജീവിതമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിൾ മാത്രം പഠിച്ചാൽ അതാണ് സഭയുമായിട്ട് ബന്ധപ്പെട്ട് വേണത് പഠിക്കാനായിട്ട്. സഭയിൽ ആണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആ രീതിയിലുള്ളൊരു സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു പരിശീലനം ആണ് ആത്മാർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളൊരു വേദി ഒരുക്കുക എന്നുള്ളതായിരുന്നു മാർത്തോമാ വിദ്യാനികേതൻ്റെ ലക്ഷ്യം. ഇപ്പം ആ ഒരു ലിറ്റർജിക്കൽ ഇയറിൻ്റെ ഒരു ആരാധനാക്രമ വത്സരത്തിൻ്റെ ഒരു ചൈതന്യത്തിലേക്ക് അൽമായ സമൂഹം ഏറെ വളർന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പിതാവിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. ഒത്തിരി നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഈ അതിരൂപതയിലെ ആ രംഗത്ത് കൂടുതൽ ഒരു പരിശീലനം ദൈവോത്കരണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ആത്മായർക്കിപ്പം ഈ നമ്മുടെ ആരാധനാ വത്സരത്തെക്കുറിച്ച് കുറച്ചുകൂടെ ആഴമായ ബോധ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ കാലത്തിൻ്റെ പ്രാധാന്യം, കാലത്തിൻ്റെ ചൈതന്യം അനുസരിച്ച് ഉള്ള ചിന്തയും പ്രവർത്തനങ്ങളും ജീവിതവും ഒക്കെ അതാണ് സഭ. അത് സഭയുടെ ഒരു യാത്രയാണല്ലോ. സഭ ജീവിക്കുന്ന ശൈലിയാണ് വാസ്തവത്തിൽ. സഭ ജീവിതമാകുന്ന ആ യാത്രയുടെ ഒരു ശൈലി, അതിൻ്റെ ഒരു മാർഗ്ഗരേഖയാണ് വാസ്തവത്തിൽ ആരാധന മത്സരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സഭ തന്നെ പഠിപ്പിക്കുന്നത്, ആവശ്യപ്പെടുന്നത് ആരാധന മത്സരത്തിന് അനുസൃതമായിട്ട് അജപാലന ശുശ്രൂഷ ക്രമീകരിക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. പഞ്ചവത്സര അജപാലന പദ്ധതി പ്രഖ്യാപിച്ചപ്പോഴും ഇതുപോലെ ആരാധനാ വത്സരത്തിൻ്റെ ഒരു കാലങ്ങളുടെ ചൈതന്യം അനുസരിച്ച് പിതാവിൻ്റെ വിവിധ ശുശ്രൂഷകൾ ക്രമപ്പെടുത്തണം എന്ന് പറഞ്ഞതും ഓർക്കുന്നു. ഇത് തന്നെയായിരുന്നു പിതാവിൻ്റെ. അതെ, ഞാൻ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇൻസൈറ്റ് കിട്ടിയത് ഈ നമ്മുടെ അജപാലന ശൈലി ആരാധനാക്രമാധിഷ്ഠിത ആരാധനാ മത്സരത്തിന് അനുസൃതമായിരിക്കണം എന്നുള്ള ആ ഒരു ഇൻസൈറ്റ് എനിക്ക് കിട്ടും വാസ്തവത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിൽ നിന്നാണ്. മാർപ്പാപ്പത്തിനകത്ത് പറയുന്നുണ്ട് ഓരോ സഭയും ഓരോ രൂപതയും ആരാധനാ മത്സരത്തിനനുസരിച്ച് അത് അവരുടെ ആരാധന, ഓരോ സഭയ്ക്കും അതിൻ്റേതായ ആരാധനാ മത്സര സംവിധാനം ഉണ്ടല്ലോ. ഓരോ സഭയും ആ സഭയുടെ ആരാധനാ മത്സര സംവിധാനത്തിന് അനുസൃതമായ രീതിയിൽ ആജപാലന പദ്ധതി തയ്യാറാക്കണം. അത് ഓരോ രൂപതയും ചെയ്യേണ്ട കാര്യമാണ്. ഓരോ രൂപതയും അങ്ങനെ ചെയ്യണമെന്നുള്ളത് മാർപ്പാപ്പത്തിനെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മാർപ്പാപ്പ അങ്ങനെ പറയുന്നത് രണ്ടാമത്തെ കൗൺസിലിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ്. ലിറ്റർജിയെക്കുറിച്ചുള്ള ആ ഒരു പ്രബോധനത്തിലൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനമാണ്. അപ്പോൾ ഈ ആരാധനാ മത്സരം എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രത്തിൻ്റെ രക്ഷാകര സംഭവത്തിൻ്റെ ഒരു അനാവരണമാണല്ലോ ആരാധനാ മത്സരത്തിൽ കൊടുക്കുന്നത്. അതാണല്ലോ സഭയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ രക്ഷാകര ചരിത്രത്തിന് രക്ഷാകര സംഭവത്തിന് അനുസൃതമായ രീതിയിൽ അത് ക്രമേണ അനാവരണം ചെയ്യപ്പെട്ട് നമ്മൾ ആ മിശിഹാരഹസ്യത്തിലേക്ക് ഉൾച്ചേരുകയാണ്. അപ്പം ദൈവജനത്തെ മിശിഹാരഹസ്യത്തിലേക്ക് ക്രമാനുഗതമായിട്ട് ഉൾച്ചേർത്ത് മിശിഹായുമായി താതാത്മ്യപ്പെട്ട് ആ മിശിഹാനുഭവത്തിൽ വളരുവാൻ സഹായിക്കുന്നതാണ് ആരാധനാ മത്സരം. അത് ആ ഒരു ക്രമീകരണം വളരെ മനോഹരമാണ് വസ്തുത. പിതാവ് പുറപ്പെടുവിച്ച ആ മാർഗരേഖയിൽ ഈ ഇത്തരം ഒരു അജപാലന ശൈലിയുടെ ഒരു പ്രാക്ടിക്കൽ ആൻഡ് പാസ്റ്ററൽ ഡയമെൻഷൻസ് അത് പ്രായോഗിക തലത്തിലും അജപാലന രീതികളിലും കൊണ്ടുവരണമെന്ന് പിതാവ് നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എത്രമാത്രം ഫലവത്തായി എന്നാണ് പിതാവ് കരുതുന്നത്? ഞാൻ ഫലവത്തായതിനെ കുറിച്ച് എനിക്കിപ്പോഴും ഒരു എൻ്റെ വിലയിരുത്തലുള്ളത് എൻ്റെ വിശ്വാസത്തിൽ ഈ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു 30% സമ്മാനം തൃപ്തികരമായിട്ട് ഒക്കെ പോകുന്നുണ്ട്. ബാക്കി ഒരു ഇൻഡിഫറൻസാണ് ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇൻഡിഫറൻസാണ്, എതിർപ്പൊന്നുമില്ല, പക്ഷേ വലിയ തീക്ഷ്ണത ഉത്സാഹമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഇതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒരു ന്യൂനപക്ഷത്തിന് ഇതിനോട് താല്പര്യമില്ലായ്മ, ബോധപൂർവ്വ താല്പര്യം, നിസ്സകരിക്കും, ഇതൊന്നും ഒരു അർത്ഥമില്ല, ഇതിനൊന്നും കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അങ്ങനെയുള്ള ഒരു വിലയിരുത്തലാണ് എനിക്ക് ഉള്ളത് പൊതുവേ. ജനങ്ങൾക്ക് പിതാവ് ആദ്യം പറഞ്ഞ പോലെ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം കുറവ് ഉണ്ടായിരിക്കും. പിന്നെ പണ്ടേ നമ്മൾ കേൾക്കുന്ന പോലെ വി കനോട്ട് ലവ് വാട്ട് വി ഡു നോട്ട് നോ. ഒരുപക്ഷെ ഇത് അറിവില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതാണ് മെയിനായിട്ടുള്ള കാര്യത്തിന്, അറിവും ബോധ്യവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ആ അറിവ് എങ്ങനെ അവർക്ക് അപ്പീലിംഗ് ആയിട്ട് പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഈ അവർക്ക് അറിവില്ലായ എന്നുള്ളത് ശരിയാണ്. പക്ഷേ അറിവ്
നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും അത് സ്വീകരിക്കപ്പെടാതെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അത് സ്വീകാര്യമായ രീതിയിൽ അത് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന പദ്ധതികൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്.